യൂണിക്കോൺ സെൻസർ, അതായത് BS6 യൂണിക്കോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ചങ്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തോ. അതായത് ഈ ഒരു വണ്ടിയിൽ സ്റ്റാർട്ട് ആവേണ്ട നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ്. എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, അതായത് സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന ആ യെല്ലോ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ മാറ്റിയതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടായത്. ബാറ്ററി കറക്റ്റ് വോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പല സെൻസേഴ്സും വർക്ക് ചെയ്യില്ല, BS6 വണ്ടിയിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതെന്താ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഈ വണ്ടി നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തിച്ചിട്ട് ഇതിൻ്റെ സെൻസർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഈ ഒരു ഇതാണ് നമ്മുടെ അതായത് യൂണിക്കോണിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു കപ്ലെയർ വരിക, അതായത് നമ്മുടെ OBD കണക്ട് ചെയ്യേണ്ട ആ ഒരു സോക്കറ്റ്. ഈ ഒരു വയർ എന്ന് വെച്ചാൽ യൂണിവേഴ്സലാണ്, അതായത് ഹോണ്ട, സുസുക്കി, KTM, എൻഡോർക്ക് എന്നീ വണ്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു കേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂണിവേഴ്സലായിട്ടുള്ള കേബിളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോക്കറ്റ് കറക്റ്റ് ടൈറ്റ് തന്നെയാണോ നോക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു OBDയിൽ നമ്മൾ വണ്ടിയുടെ കീ ഓൺ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് കീ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റർ ഓണായി, ഇതിൽ OBD എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഏത് സെൻസറാണോ കംപ്ലയിൻറ്റ് ആ കോഡ് വരുന്നതായിരിക്കും. ഇതാ കോഡ്സ് ഫോൺ, ഒരു സെൻസറാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്, ഏതാ നോക്കാം. ഓക്കെ, P0335 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് പൊസിഷൻ സെൻസർ, അതാണ് പ്രശ്നം കാണിക്കുന്നത്. CKP സെൻസർ അഥവാ പൾസ് ജനറേറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സെൻസറാണ് കംപ്ലയിൻ്റ് ഉള്ളത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു സെൻസർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോഡ് ഇറേസ് ചെയ്താലും ഇത് നമ്മുടെ വണ്ടിയുടെ മീറ്ററിൽ നിന്ന് പോവില്ല. ഈ ഒരു സെൻസർ മാറ്റി തന്നെ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കോഡ് ക്ലിയർ ഉണ്ട്, അവിടെ കോഡ് ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മീറ്ററിൽ പിന്നെ അത് കാണിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ വണ്ടിയുടെ മീറ്റർ കാണിച്ചു തരാം, അത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്. ഈ ഒരു സെൻസർ വാട്ടർ ഡാമേജ്, അതുപോലെ തന്നെ കപ്ലെയർ ലൂസ്, അതുപോലെ തന്നെ ബാറ്ററി കറക്റ്റ് വോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സെൻസർ കംപ്ലൈൻറ്റ് കാണിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പം ഈ ഒരു സെൻസർ കൊണ്ട് വണ്ടിയുടെ ഇങ്ങനത്തെ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.